നെയ്മർ ഇറങ്ങിട്ടോ. കളി രൂപം മാറും. കളിയൊന്ന് മാറും. നോക്കോ അടിച്ച കുട്ടികളെ ഞാനവിടുന്ന് ബസ് ഇറങ്ങിക്കാണ്ടേ നടന്ന് കുഴഞ്ഞു വരികയാണ്. ഇവിടെ ഈ ആയമ്മത്താത്താറിന് ഒരാളുണ്ടല്ലോ, അതിൻ്റെ പേരെവിടെ അറിയാം നിങ്ങൾക്ക്? ആയമ്മത്താത്തെ ഏതപ്പാ ആയമ്മത്താത്ത? നിങ്ങൾക്ക് ഇവരെ മക്കളെ പേരേതല്ലോ അറിയോ? ഈ ആളെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ചോദിച്ചറിഞ്ഞ് വരികയാണ്. കുട്ടികളെ പേരൊന്നും വെച്ചാൽ അറിയില്ല. ഇപ്പോൾ കുട്ടികളുണ്ടോയെന്ന് തന്നെ അറിയില്ല. ആ ചോലിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന താത്തല്ല ആയമ്മത്താത്ത? ഇപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. ആ നമ്മളെ മദ്രസ പഠിപ്പിച്ചണേ ഖലീൽ ഉസ്താദില്ലേ, അയാളെ ഉമ്മയാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ പെരീക്കേ കുറേ പോവാണ്ടോ? എവിടെയാണ് പേരാ? കാക്ക ഈ 2 വളം കഴിഞ്ഞിട്ട് ചെറിയൊരു ഇടവഴിയുണ്ട്, അതിന് നേരെ പോകണ്ടേ ഈ താത്താൻ്റെ പെരീക്കാണ്. വൈദ്യു പറഞ്ഞെടുത്ത കാക്കക്ക് മനസ്സിലാവില്ല. ഇത് കാക്കാനെ നമ്മൾ കൊണ്ടായി കൊടുത്ത എന്നാ വരി കാക്ക. ആ കരിയിലാക്ക, എൻ്റെ കുട്ടിക്ക് ഇതൊരു ബുദ്ധിമുട്ടായില്ലേ? അതൊന്നും ഇല്ല കാക്ക, ഇതൊക്കെ ഒരു മനസ്സിന് സഹായമല്ലേ. ഏയ് ഇവിടെ ആരുമില്ല. ഏയ് കുട്ടികളാരുമില്ല ഇവിടെ. അസ്സലാമലൈക്കും. വാലേക്കും മുസലാം. ഈ ആയമാത്താന്റെ പേരെ ഇതന്നല്ലേ? ആ ഇതന്നെയാണ്. വെട്ടി കയറിക്കോളി. ആയമാത്ത ഇവിടെ ഇല്ലേ? ഉമ്മ ഇവിടെ ഉണ്ട്, നിങ്ങളിരിക്കെ, ഞാൻ വിളിക്കാം. ഉമ്മ ഇമ്മ ഇമ്മ നിങ്ങളവിടെ ഇതൊരാള് വന്നു നിങ്ങളെ കാണാൻ വേണ്ടിയുണ്ട്. ആരാ വന്നിക്കണത്? ആരത്ത് പറഞ്ഞല്ല, ആരാണെന്നൊന്നും പറഞ്ഞതുമില്ല. ഞാൻ എത്താ കാട്ട ആരാ വന്നിട്ടുണ്ടാവ? ആരാ കുട്ടിയെ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനേ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. കുത്തിറക്കി ഇച്ചുമ്മ മൂപ്പര് മനസ്സിലായിട്ടില്ല. ഇന്ന് നിങ്ങൾ രണ്ടാളേ കണ്ടിട്ടുണ്ടാവൂല. ഞാനേ മാൽപ്പുറത്തുനിന്ന് വരികയാണ്. മാൽപ്പുറത്തുനിന്നോ? ആ മാൽപ്പുറത്തുനിന്ന് തന്നെ. മാൽപ്പുറത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഇച്ചിപ്പ അവിടെ ആരുമില്ല. എൻ്റെ ഇപ്പ മലപ്പുറത്തുകാരനായിരുന്നു. അത് മരിച്ചിട്ട് ഇപ്പൊ കൊറേ കാലായിക്കണു. ഫോട്ടം കണ്ടാലേ നിങ്ങൾക്ക് അറിയപ്പാനെ? ഇച്ചറിയുമല്ലോ, എൻ്റെ ഉപ്പല്ലേ. ഇതങ്ങളപ്പ? അല്ലോ ഇനിമ്മ, എൻ്റെ ഉപ്പാണല്ലത്. എങ്ങനെ കുട്ടി എങ്ങൾക്ക് കിട്ടിയത്? ഈ പാൻ്റെ മോനെന്നെയാണ് ഞാനും. പുലിയാടില്ലല്ലോ കുഞ്ഞു കാണുന്നു. നിങ്ങളൊന്നും എവിടെയെന്നുള്ളതൊന്നും വെച്ച് നിച്ചല്ലോ. അല്ല കുഞ്ഞു, നിങ്ങൾ എത്ര മക്കളുണ്ട്? നിങ്ങളമ്മപ്പുണ്ടോ? ഇമ്മ മരിച്ചിട്ടൊക്കെ കൊറേ ആയിക്കണു. ഞങ്ങളെ 3 ആണുങ്ങളും ഒരു പെണ്ണുമാണ്. തന്നെ? അൽഹംദുലില്ലാ. എന്നാലും ഞാൻ മരിച്ചു മുന്നേ നിങ്ങളൊക്കെ എൻ്റെ കൂടപ്പറപ്പുകളായിട്ടുണ്ട് എന്ന് അറിയാനായില്ല. അല്ല എന്നാലും എൻ്റെ കുട്ടി എങ്ങനെ ഇപ്പം എന്നെ തേടി ഇവിടെ എത്തിയത്? കലന്തങ്കാക്കാരൻ ഒരാളുണ്ട്, മൂപ്പര് പറഞ്ഞതാണ് എൻ്റെ ഉപ്പാക്ക് വേറെ കൂടുതൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് തേടി പിടിച്ച് എത്തിയത്. കലന്തനോ? അപ്പോഴും ഉണ്ടോ? ഓനെ കാട്ടിലൊക്കെ 4-5 വയസ്സിന് മൂത്തതാ. ഓനെ ഇപ്പാൻ്റെ അപ്പം അനുമനിച്ചോടും കൊണ്ട് വരുന്നു. താത്ത നിങ്ങൾക്ക് എത്ര മക്കളാ? 2 കുട്ടികളായിരുന്നു. ഒന്ന് ഓനെന്നെ ഉള്ളിപ്പോൻ്റെ അടുത്ത്, ഓൻ്റെ താഴെ ഒരു പെൺകുട്ടിയായിരുന്നു. ഓള് കുറുക്കിളകി വെള്ളത്തിൽ ചാടി മരിച്ചു. എനിക്കിപ്പോ എന്താ പരിപാടി? അതെ, ഞാനേ തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിലെ മദ്രസയിലായിരുന്നു പഠിപ്പിച്ചിന്. ഉമ്മാക്ക് സുഖമില്ലായിട്ടേ ഇവിടുത്തെ മദ്രസയിലെ പഠിപ്പിക്കുന്നു. ഞാൻ ഓനോട് പറഞ്ഞതാണ്, ഇജ്ജ് വലിയ ദൂരം വിട്ടൊന്നും പോകല്ലേന്ന്. ഇച്ച് വെജാതൊക്കെയാണെന്ന് പറഞ്ഞേ നമുക്ക് ഔത്തേക്ക് ഇരിക്കുക. അത് പോരി, ഞാൻ ആ പെണ്ണിനോട് തുള്ളി ചായൻ്റെ വെള്ളം ഉണ്ടാക്കാൻ പറയട്ടെ.
ഞാൻ ഇപ്പൊ വന്നതേ ഞായറാഴ്ച ഇപ്പൊ നമ്മളെ പെരിയിലേ ചെറിയൊരു കുത്തുപയത്തുണ്ട്. അപ്പൊ ഇജ്ജും അളിയാనికి ഒന്നാണ് വരുകൊണ്ട് വൈകുന്നേരത്തിന്. ഇതെത്താണ് ഇപ്പൊ ഒരു കുത്തുപയത്ത്? നമ്മളിപ്പൊ വരച്ച ആണ്ട് കഴിഞ്ഞു പോയി. അന്നത് ഒരു മൗലൂദും കൂടി ഓദിച്ചില്ല. ഞാൻ ഇവിടെ ഒരു യാസീൻ ഓദിക്കാണ്ട് ദ്വാരുന്നു. അല്ലാതെ മോലിയന്മാരൊന്നും വിളിച്ചിട്ടില്ല. ഇപ്പാന്റെ ആണ്ടും ഇതിന്റെ കൂടെ നടത്തുന്നുണ്ടോ? ഇതേ സൈനബ നീർത്തിർന്നതാണ്. നമ്മളെ കുഞ്ഞോളെ പ്രസവേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രണ്ടോലായി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇപ്പൊ ഏതായാലും ശരിയായല്ലോ. ഏതായാലും ആ നീർച്ചക്കട എന്നാണ് വീട്ടാച്ചിട്ടാണ്. മാളുമാനോടും ഞാൻ വരാൻ പറഞ്ഞേക്കുന്നു. ആ നീർച്ചക്കട ഉണ്ടെങ്കിലേ അത് വേഗം ചെയ്താളാ. ഞാനും അളിയാക്കും കൂടിയാണ് വരണ്ട്. അളിയാങ്ക എവിടെടി? ഇവിടെ ഇല്ലേ? അളിയാങ്ക ഇവിടെ ഇല്ലടാ. സുബൈരെ മുന്നേ നീച്ച് പെയ്ക്കണു. എവിടക്ക പോണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ചിലപ്പോ ഈറയിക്കാരം. കുറച്ച് നേരം വെക്കുമെന്ന് എന്നോട് പറഞ്ഞേക്കണു. അത് വല്ല സിയാറത്തിനും പോയതേ കാരം. അങ്ങനെ നടക്കുന്ന ആളല്ലേ. ഞാൻ മന്നീന്ന് പറഞ്ഞോണ്ടിരുന്നാട്ടാ. ഞാൻ പറഞ്ഞോണ്ട് എന്നാലും ഇജ്ജൊന്ന് ഫോൺ വിളിച്ചിക്കാണ്ട് പറഞ്ഞോണ്ടി. ചിലപ്പോ ഞാനൊന്നും പറഞ്ഞാ പറ്റൂല. അല്ലടാ എന്റെ പേരക്കുട്ടിക്ക് പേരിട്ടോ. ഇപ്പൊ ആസ്പത്രിയിൽ തന്നെ ഇടുവാലോ ആ സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കാന്. പേരിട്ടക്കുണു എത്താ നിച്ച് വലിയ പുടുത്തല്ല. ഓല രണ്ടാളെ പേരും കൂടി ചേർത്തിക്കാണ്ട് അതിന് ഓരോ അക്ഷരം എടുത്ത് കാണ്ടക്കാണല്ലോ ഇട്ടക്കുന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പത്തെ കുട്ടികളെ പേരൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ അതാ 2 പേരക്കുട്ടികളിന്റെ. ഇച്ചറിയില്ലല്ലോ അറ്റങ്ങളെ പേര് ഇപ്പോഴും. ഓമൻ പേര് ഇങ്ങനെ വിളിച്ചെന്നല്ലാതെ. അല്ലടാ നീർച്ചക്കടം വീട്ടണുള്ളൂ. മുടിയാഴ്ചയിലൊന്നും നടത്തണില്ലേ? മുടിയാഴ്ചയിലൊക്കെ ഉണ്ട്. ആദ്യം ഇത് നടത്തട്ടെ. ഓല ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരപ്പോഴേ ആ പേറ്റ് കട ഉണ്ടല്ലോ അങ്ങോട്ടാണ് ഓളെ കൊണ്ടുപോയിക്കേണ്ടത്. ഇനി അവിടുന്ന് എത്ര ഒരു മാസം കഴിഞ്ഞിട്ടേറ്റം കൊണ്ട് വരുള്ളൂ. അപ്പൊ നമ്മളെ പെരേക്ക് വന്നിട്ട് 40 ആവുമ്പോക്കിനൊക്കെ മുടിയാഴ്ചയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളോ. അല്ലടാ അപ്പൊ കുത്തുബൈത്തിന് പെരിയിൽ ആളൊന്നും ഉണ്ടാവൂലേ? ഓലൊക്കെ അവിടെ അല്ലേ? ഓല അന്ന് വൈകുന്നേരം കൊണ്ട് വരുവേ. ഇത് കഴിഞ്ഞിട്ട് ഓല അങ്ങോട്ട് തന്നെ പോവും ചെയ്യും. അങ്ങനെ ഞാൻ പോരെ. ഉമ്മൂട്ടിയുടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ അടുത്തക്കന്ന. എത്ര നേരായി മെയ്തീനെ ആ ബീരാനെ നമ്മൾ കാത്തുക്കണു. ഇച്ച് വേറെ ചുറ്റുപാടുണ്ട്. നമ്മൾ പോവാ. ഇപ്പൊ പേര് പെരീന്ന് ഇറങ്ങിക്കൊണ്ടു എനിക്ക് വിളിച്ചിരുന്നേ. കുറച്ചേരോട് കത്തോക്കേ. നേരം വയ്ക്കുക റോഡൊക്കെ ബ്ലോക്ക് ചെയ്യിക്കാരം. ഈ മനുഷ്യനെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട്. ആ ഓനല്ലപ്പാ വരണ്ടേ. ഇജ്ജി 1.5 കാലായിട്ട് കൊക്കി ചാടി വരണോ? ആൾക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോന്നാ പോരെ. ഞങ്ങൾ എത്ര നേരമായി ഇവിടെ കാത്തോക്കണു. എത്തപ്പ എനിക്ക് ഇത്ര അർജന്റായിട്ട് പറയാനുള്ളത്? ആരെ മരിച്ചേ ചെയ്തോ? ആരും മരിച്ചിട്ടൊന്നും ഇല്ലടാ. ഞാനേ അർജന്റായിട്ട് നിങ്ങളോട് രണ്ടാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോന്നാണ്. എന്താ വെച്ചാ വേഗം പറയാ. ഞങ്ങൾക്കൊരു ബൈക്ക് പോവാണ്ട്. എടാ ഞാൻ 4 ദിവസം മുന്നേ നമ്മളപ്പാൻ്റെ ഒപ്പം നടന്നിരുന്നില്ല കലന്തം കാക്ക. മൂപ്പരെടുത്തിട്ടും പോയിരുന്നു. മൂപ്പർ എന്നോടൊരു കാര്യം പറഞ്ഞു. നമ്മളപ്പാക്കേ വേറെ കൂടുതലേ ഒരു മോളുണ്ടോലോ. എത്തപ്പ ജി പറയണ്ടേ? നമ്മളെ വാപ്പാക്ക് വേറൊരു കൂടുതൽ മോളോ? അതും ആ 90-95 വയസ്സായ ചന്നിയായ കലന്തം കാക്ക പറഞ്ഞു കേട്ട് കണ്ടപ്പോ നടക്കണ്ടേ. അസ്രായേൽ കാണാഞ്ഞിട്ടാണ് അല്ലെ എപ്പോഴോ കൊണ്ടുപോയിട്ടുണ്ടാവും അയാളെ. പച്ച പൊള്ളാണ് അയാൾ പറഞ്ഞിട്ട്. ഞമ്മളമ്മ മരിച്ചോളം ഈ വിവരം പറഞ്ഞിട്ടില്ല. ഇനി ആരെങ്കിലും നാട്ടുകാരും പറഞ്ഞിട്ടില്ല. അയാൾക്ക് ചന്നിയെന്നുള്ള ഇവിടെ എല്ലാവർക്കും അറിയിട്ടല്ലേ. 90-95 വയസ്സൊക്കെ അയാൾക്ക് ആയിക്കോട്ടെ. അയാൾക്ക് കുട്ടികളെ ഒരു ചന്നിയില്ല. ഞമ്മളെക്കാട്ടിലൊക്കെ ബുദ്ധിയാണ് അയാൾക്ക്. അയാൾ എനിക്കൊരു അഡ്രസ്സ് എത്തിക്കും. ഞാൻ ആ അഡ്രസ്സ് പോയി അന്വേഷിച്ചു. അങ്ങനത്തെ ഒരു മോള് ഉപ്പാക്ക് ഉണ്ട്. ഞാൻ എന്നിട്ട് ആ താത്താനെ പോയി കണ്ടു. ഞമ്മളെക്കാട്ടിലൊക്കെ മൂത്തതാണ് താത്ത. ഞമ്മളപ്പാന്റെ ഫോട്ടോ ഞാൻ അതിന് കാട്ടിക്കൊടുത്തു. കണ്ണിന്ന് വള്ളണ്ട് പൊട്ടിയായിരുന്നു ഒളിച്ചിക്കാണ്ട്. ഇതെന്താ അറിഞ്ഞേക്കിനെ മനസ്സിന് വെച്ചൊരു സമാധാനമില്ല. നിങ്ങളോടൊന്ന് പറയായിട്ട്. അല്ല നമ്മളെ സ്ഥലം കൊടുക്കുന്ന ആൾക്കാരെത്തുന്നേ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ? ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. വാക്കാലെ പറഞ്ഞിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ് സമാധാനായി. നമ്മൾ ഈ മുതൽ ഓരിയെക്കുമ്പോഴേ താത്താക്ക് കൂടി ഒരു ഓരി കൊടുക്കേണ്ടി വരും കേട്ടോ. ഒരു അന്തം കുന്തില്ലാത്തോല് പറയണത് കേട്ട് കണ്ട് ഓരോരോ കൂത്തുകണേറ്റ് ഇങ്ങോട്ട് വന്നേക്കണു. ഇജ്ജ് കാര്യക്ക മെയ്തീനെ നമുക്ക് നേരെ വെക്കണം. നമ്മൾ പോവാ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇവിടെ നിന്ന് ചെലവ്? ആ എവിടുന്ന് വരുന്നത്? ഞാൻ ഇവിടെ ടീമിന് മരുന്ന് കൊടുക്കാണ്ട്. എങ്ങനെയുണ്ട് മരുന്ന് വ്യാപാരമൊക്കെ? റാത്തല്ലേ? അൽഹംദുലില്ലാ കുഴപ്പമില്ല. പിന്നെ ഇപ്പം എന്താ നമ്മളെ കമ്പനിൻ്റെ ഈ പരിപാടി എന്നാൽ ഇതിന് പരസ്യമില്ല. ആളുകൾ അനുഭവസ്ഥർ മറ്റുള്ളവരോട് ഇങ്ങനെ പങ്കുവെച്ചേക്കാണ്ട് ഇങ്ങനെ അങ്ങനെ. പക്ഷേ നമുക്ക് ഇവിടെ കുറച്ച് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും എത്തിച്ചേർന്ന് ഞാൻ തന്നെ പോകണം. ഒരു റൂം ഞാനിവിടെ അങ്ങാടി എടുത്തിട്ടുണ്ട്. അതിന് പണി കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വലിയ താമസം ഇല്ലാതെ ഒന്ന് ഓപ്പൺ ആക്കണം എന്നുണ്ട്. നമ്മളെ അങ്ങാടിയിലെ സ്ഥാപനം തുടങ്ങണേ. മാഷാ അല്ലാഹ്.
ഉഷാറാകട്ടെ. ഞാൻ ഉദ്ഘാടനത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളാണ് ഞാൻ കണ്ടേക്കേണ്ടത് ഉദ്ഘാടനത്തിന്. പക്ഷെ നിങ്ങളൊരു ഉപകാരം എനിക്ക് ചെയ്യണം. അന്ന് അവിടെ വെച്ചിട്ട് സംഗതികളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ കൂടിയ ആളുകൾക്കൊരു ഉത്ബോധനങ്ങൾ കൊടുക്കണം. ഞാൻ വാങ്ങി അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടെന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചൊരു ഈ പ്രോഡക്റ്റിന് വലിയൊരു ഗുണം ചെയ്യും. പിന്നെ പൊതുവെ നമ്മളെ ആളുകൾക്ക് ഉസ്താദൊക്കെ ഇത് വാങ്ങിയെന്ന് പറയുമ്പോൾ പിന്നെ എനിക്കൊരു പബ്ലിസിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം മൊത്തത്തിൽ സ്ത്രീകളൊക്കെ കൂടുതൽ ആകർഷിക്കാനൊരു കാര്യം കൂടിയാണ്. നിങ്ങൾ ആ കാര്യത്തിൽ സൂചിപ്പിച്ചാൽ മതി പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കണം വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വയറിൻ്റെ കാര്യം എങ്ങനെ? ഇത് കൊളസ്ട്രോൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫാറ്റി ലിവറൊക്കെ ആയി മാറിക്കഴിഞ്ഞ് പ്രയാസമാകും. ശോധനയൊക്കെ എങ്ങനെയാണ്? ശോധന ഒരാഴ്ച കൂടുമ്പോഴൊക്കെ. അതൊക്കെ ഭയങ്കര പ്രയാസമാണ്. കാരണം എന്താ, അത്രയും മരം വയറ്റിൽ കെട്ടിക്കിടന്നാലേ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഞാനതിനെപ്പറ്റി ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. എന്നാലും മരുന്ന് മറിയുന്നു. പിന്നെ നമ്മളെ പ്രസിഡന്റ് മമ്മൂട്ടിജിന്നുണ്ടല്ലോ, മൂപ്പർക്ക് ഇതേ പ്രശ്നമായിരുന്നു. വയറിങ്ങനെ വീർത്ത് വന്നു. പക്ഷെ ഒന്നുമില്ല, മലം കെട്ടിക്കിടന്നിട്ട്. മലം കെട്ടിക്കിടന്നുള്ള പ്രശ്നം എന്താ പറയുക, അവിടെ കൃമികൾ വരും. കൃമികൾ വന്നിട്ടുണ്ടാ പറയുക വയറ് ആകെ ചീത്താവും. ഭാവിയിൽ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ ശോധനകൾ പറഞ്ഞല്ല, ഈ വായു മോൾക്കാതോ അത് ഇപ്പം മേലക്കാണ് പോവല്. നിങ്ങൾ പറയുമ്പേ എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. ഏമ്പക്കാണ് കൂടുതൽ പോവല്. അതങ്ങനെ അടി കൂടി പോയാലേ ഇന്ന ആ കാരണം മതി പള്ളിക്കന്ന് പുറത്താക്കാം. അറിയാം നിങ്ങൾക്ക്? കർഷകനെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം നമ്മളെ മഹലിലൊക്കെ ഓരോരോ പ്രശ്നം കിട്ടാൻ കാത്തു നിൽക്കുകയാണ്, ഇങ്ങനെ വരസിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കാരണത്തിനായിട്ട് നിങ്ങൾ ജോലിയും പോവും. പിന്നെ ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കാലാകാലം ഉണ്ടാവുന്നു. അപ്പം എന്നാലും അതിന് പറ്റിയൊരു ഗുളിക, ഒരു മരുന്ന് 3 ദിവസം കൊണ്ട് ഞാൻ മാറ്റിത്തരാം, ഗ്യാരണ്ടി തരാം. എന്താന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാനേ? ഒന്നുമല്ലടാ, മനസ്സിനൊരു സുഖമില്ല. എന്താ നിങ്ങൾ പറഞ്ഞ്? മനസ്സിന് സമാധാനം ഇല്ലാന്നാ? ഏക്കർ കണക്കിന് വിറ്റിട്ടേ കോടികൾ കയ്യിലും വെച്ചിട്ട് ഇരിക്കുന്ന നിങ്ങളാണ് ഈ വർത്തമാനം പറഞ്ഞത്. ആ കാര്യത്തിൽ തന്നെയാണ് ടെൻഷൻ. കുറച്ച് കയറ് വാങ്ങിയേക്കണം, ഒരു 4 കുറ്റി. നമുക്ക് എന്തിനു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ 10 സെന്റിന് മുന്നില് അതൊരു കുറ്റി അടിച്ചിട്ട് വളച്ചിടുക. അത് നമ്മൾ കൊടുത്തേക്കണെന്ന് പറയാം. ആയിക്കോട്ടെ, ഞമ്മക്കേ ഒന്ന് തേച്ചിട്ട് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് മിറ്റൊന്നുണ്ട് കട്ട പതിക്കാം. കച്ചവടമൊക്കെ അത് കിട്ടും കേട്ടോ. എന്നാ ഒന്നുകൂടി ഉഷാറാവും ചെയ്യും. കച്ചവടക്കാരെ നമുക്ക് പെട്ടെന്ന് വരുത്തും വേണം. മതിയാക്കാ 2 ചായട്ടി കാടി പെട്ടെന്ന് എടുക്കി, നേരല്ല. സ്വാമി അച്ചാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ മരട്ടത്തെ സ്ഥലം ചാമ്പിയൊക്കെയല്ലോ. അപ്പൊ പൈസ ഉണ്ടാവും കയ്യില്. വന്ന് നോക്കി നോക്ക. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ശരിയാക്കാ സ്ഥലമൊക്കെ കച്ചവടമായില്ലേ? വേറെ എവിടെയെങ്കിലും നോക്കിയോ? നല്ലൊരു സ്ഥലമുണ്ട് നമ്മളടുത്ത്, നോക്കിയല്ലേ നമ്മളൊന്ന് പോയി. വേറെ സ്ഥലമൊന്നും എടുക്കാനായിട്ടില്ലടാ. ഞാൻ അറിഞ്ഞതേ 3 മാസം കൊണ്ടൊക്കെ ഇടപാട് തീർക്കുന്നാണല്ലോ. വലിയൊരു സംഖ്യ ഞങ്ങൾ ഓലെടുത്തുന്ന അഡ്വാൻസ് വാങ്ങിക്കൊണ്ടടാ. പക്ഷെ അതിന്റെ ഇടയിൽ വലിയൊരു പ്രശ്നമുണ്ട്. വലിയ പ്രശ്നമോ? അതെന്താ മേദിയാക്ക? അത് പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്. ഇതിന്റെ ആ കാരണൂര് ബീരാണ്ടല്ലോ, അതൊക്കെ കോളാക്കണ കോലാണ് കണ്ടിട്ട്. അതിന് നിങ്ങളെ മുതൽ കച്ചവടമാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഞങ്ങൾ എത്രയുമ്പോ മെനക്കെട്ടതാ, അവസാനം ഉണ്ടാവും വള്ളത്തിൽ വലിയിട്ട മാതിരി. ഇതൊന്നല്ല, ഞങ്ങളൊക്കെ യോജിച്ച് വന്നിരുന്നു. അതിന്റെ ഇടയിലാണ് ഇതിന്റെ കാരണോല് ബീരാം വേറൊരു കൂട്ടത്തിലൊരു മോളുണ്ട്, ഞങ്ങളെ വാപ്പാക്കാരനാണ് വന്നിട്ടുണ്ട്. എവിടുന്നാണ് ഇതൊക്കെ കുത്തിപ്പിടിച്ച് കൊണ്ടുവരേണ്ടതെന്നാവും. അതിനിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾക്ക് കണ്ടമാനം മുതലല്ലേ, അതിലൊരു ഓരി ആ പെണ്ണിനും കൊടുക്കേണ്ടി വരും. എന്തൊക്കെ ജി പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിലൊരു പെണ്ണ് വന്നിക്കണ്ട് ഞങ്ങളെ വാപ്പാന്റെ മോളാന്ന് പറഞ്ഞത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എവിടെ കണ്ണൂരോ കാസർഗോഡാണ്, ഇവിടെ വിട്ടിട്ട് അല്ലേനു. അല്ല, ആയ കാലത്തെ നിങ്ങളെ വാപ്പാക്ക് എന്തായിരുന്നു പണി? അന്മണിപ്പാത്രത്തിന്റെ കച്ചവടമായിരുന്നു, ചുമടയായിട്ട് നടക്കലായിരുന്നു. അങ്ങനെ പലയിടത്തും പോലുണ്ട്. അൽമണിപ്പാത്രത്തിന്റെ കച്ചവടം നിങ്ങളെ വാപ്പാക്ക്? അപ്പൊ താമിയെ സംശയിക്കാനൊന്നുമില്ല. പഴയ കാലത്തെ ഇത് ചുമട എഴുതിയിട്ട് അങ്ങനെ പോക്കാണ്. അങ്ങനെ അവസാനം എവിടെയെങ്കിലും എത്തിപ്പെടും, ഏതെങ്കിലും പേരന്റെ മരുത്ത്. അങ്ങനെ അവിടെ ഈ ചുമട കണ്ട് ഇറക്കി വെക്കും, അവിടെ അന്നാണ്ട് കൂടും. ഇന്നത്തെ മാതിരില്ല ലോഡ്ജോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അല്ല മേദിയാക്ക, ഉസ്മാൻ പറഞ്ഞതേ നിങ്ങളെ വാപ്പാക്ക് ഇനി വേറെയും കുട്ടികൾ വരാണ്ടോ? ഞാൻ നിങ്ങളെ വാപ്പാനെ പറ്റി കുറെ കേട്ടുകൊടുക്കും. കഥാണ് എനിക്കറിയില്ലടാ, അള്ളാഹു ആയാലും. മേദിയാക്ക, അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ആ മുതൽ വിൽക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. പത്രത്തിലൊരു പരസ്യം കൊടുക്കുക, ഞങ്ങളെ വാപ്പാക്ക് ഇനി ഏതെങ്കിലും കൂടുതൽ മക്കൾ വരാണ്ടെങ്കിൽ ഇന്ന ഡേറ്റിൽ വരിക, അതിന്റെ ശേഷം ആര് വന്നാലും അംഗീകരിക്കൂല എന്ന് പറയാം. മേദിയാക്ക, നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ വാപ്പാന്റെ പഠിപ്പ് നിങ്ങൾ പഠിച്ചേണ്ടട്ടാ.
നിങ്ങളെ മക്കളെ ഇറങ്ങാറാവും. പോയതാ നായ്ക്കളാർന്ന് നിങ്ങൾ കൊറേ നേരമായി നീ എന്റെ വാപ്പാനി നെഞ്ചത്തക്കാരനോട് പോലിച്ചേള് വന്നപ്പോ തുടങ്ങിയതാ. ഇതൊക്കെ പൂച്ചാളെ മറ്റു ആൾക്കാരാ ഇതൊക്കെ കൊയിച്ച് അടിച്ചിട്ട് എത്ര കാട്ട പറ്റുന്നുണ്ട്. എത്ര കാട്ടിയാലും ഇവിടെ നാട്ട് പോകൂല. എങ്ങനെ ആട്ടിയിട്ടും കാര്യമില്ല. ഞാനിത് നന്നാക്കി വെക്കണോടത്തോളം ഇറ്റ മണ്ടി എന്നാണ്ട് ഇതൊക്കെ ഉണ്ട് ഇതാക്കും. ഇമ്മ എത്ര ഞങ്ങള് വജ്ജാതെ ഇങ്ങനെ പണിയൊക്കെ എടുക്കാൻ നടക്കണ്. എന്നാ ഞങ്ങള് പനിച്ച് കിടക്കേനു. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അവിടെ ഒതുങ്ങിയിരിക്കാന്. പൂച്ചാളൊക്കെ കൊയിച്ചടിച്ചിട്ടേക്കാതെ അപ്പൊ അത് നേരാക്കി വെക്കാഞ്ഞാൽ ഇനി അത് പിന്നെയും തന്നെ ആ പെൺകുട്ടി വേണ്ടതൊക്കെ നേരാക്കാഞ്ഞ് അതൊക്കെ ഓളെടുത്തോളുമ്മ. പിന്നമ്മ നാള് മലപ്പുറത്ത് വന്ന കാക്കേ വിളിച്ചിനി. വിളിച്ചിന്നോ? അല്ലാ നോരൊക്കെ കൂടിയേ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. എന്താണ് പോയാണ്ടേ കുറച്ച് ചായക്കടി എന്തേലും വാങ്ങിച്ചുകൊണ്ടുന്നാളാ. ഇവിടെ ഒരു വസ്തു ഇല്ലല്ലോ. ഒന്ന് പോയി വാങ്ങിച്ചു കൊണ്ടല്ലേ. ഓരെപ്പോഴാ അങ്ങോട്ട് എത്തുക എന്നുള്ളത് പറയാൻ പറ്റല്ലോ. ഉമ്മ ഓല് വരുമൊന്നുമില്ല. പിന്നെ ഓല് വിളിച്ചതേ നിങ്ങളെ വാപ്പാക്കേ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. തന്നെടാ. എന്നിട്ട് ഓരെത്താ പറഞ്ഞത് എന്നോട്? ഇമ്മ ഓൽക്കേ ആ സ്ഥലമൊക്കെ ഒന്ന് ഓരിക്കണമല്ലോ. നിങ്ങൾക്കും അതിലൊരു ഓരി ഉണ്ടല്ലോ. അതാ എന്നോട് കാക്ക പറഞ്ഞു. ഇച്ചുണ്ടല്ലോ. എന്നാലും ആയിട്ടേ നല്ല മനസ്സന്മാരായിട്ടാണ്. അല്ലേ കൂടെ പിറപ്പാണ് അറിഞ്ഞാണ്ട് ഇന്ന ഇവിടെ തെരഞ്ഞു വരൂലല്ലോ. ആയിട്ടെൻ്റെ ഒരു മനസ്സ് നോക്കാജി. നിങ്ങൾക്ക് അർഹതപ്പെടുത്താണെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് പറയണ്ട കേട്ടോ. നിങ്ങളാ ഓരി വാങ്ങിക്കൊണ്ടി. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീടൊക്കെ നന്നാക്കാലോ. മാണ്ടാന്നൊന്നും ഉമ്മ പറയില്ലടാ. നമ്മളെ അവസ്ഥ ഉമ്മക്കറിയില്ലേ. റബ്ബ് അതിനുള്ളൊരു വജ്ജ് കാട്ടി തന്നതേക്കാരം. ഞങ്ങൾ രണ്ടാളും കൂടി എന്നോട് വരാൻ പറഞ്ഞത് നമ്മളാ മുതല് ആ പാർട്ടിക്കാണ് കച്ചവടം ചെയ്തിട്ടുണ്ട് കൊടുക്കുക. എന്നിട്ട് ആ കായ് നമ്മൾ 4 ആളും കൂടി കണ്ട് എടുക്കുക. അവിടെ ഇവിടെ കിടക്കുക. തള്ളാർക്കൊന്നും പോയി കൊടുക്കാൻ പറ്റൂല. കാക്ക നമ്മളെ ഉമ്മാക്കും പാപ്പാക്കും നമ്മള് 4 മക്കളുള്ളൂ. അങ്ങനാണ് വിചാരിച്ചാല് മറ്റുള്ളതൊന്നും ഇപ്പൊ നമ്മക്ക് അറിയാത്ത കാര്യമാണ്. അതിന്റെ അടിയിൽ കൂടി ബക്കറജ്ജ എത്തപ്പോ ഈ പറഞ്ഞത് തള്ളേ. ഞമ്മളെ വാപ്പാന്റെ മോളാണത്. ഞമ്മളൊക്കെ മൂത്തതാണ്. താത്താന്ന് വിളിച്ചണം. താത്തയും വിളിച്ച് നടന്നോ? എനിക്ക് ബുദ്ധിയൊന്നുമില്ലേ? ആ തള്ളക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര ലക്ഷം കൊടുക്കാനും മോദം കൊടുക്കേണ്ടി വരും. പിന്നെ അതുമല്ല കാക്ക ഞങ്ങൾ ആ പാർട്ടിന്റെ അടുത്ത് അഡ്വാൻസ് കുറച്ച് വാങ്ങുകയും ചെയ്തേക്കുന്നു. ഇനി ആ കച്ചവടം ഒഞ്ചാനൊന്നും പറ്റില്ല. മാത്രമല്ല ആ കായിനെ കുറച്ച് ഞങ്ങൾ പറ്റുകയും ചെയ്തു. എസ് ഭർത്താനാണ് ഇതിനെ ജി പറയേണ്ടത്. 4 ദിവസം മുന്നല്ലേ നിങ്ങൾ പറഞ്ഞേ ഞങ്ങൾ ഓലത്തുനിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ലാന്ന്. വാക്ക് പറഞ്ഞിട്ടുള്ളൂന്ന്. ഇപ്പൊ എന്ത് വർത്താനം? ഇപ്പൊ ഈ വർത്താനം ഈറച്ച് നീച്ചൊന്നും വേണ്ട. ഞങ്ങൾ അഡ്വാൻസ് കുറച്ച് വാങ്ങിക്കണം. അതതിന്റെ അവസരം വരുമ്പോ എന്നോട് പറയാച്ചിട്ടേന്നു. ഇതൊരു കാര്യം ചെയ്യേ, ഞങ്ങളെ 2 ആളെ ഓരിന്ന് ഒരു 50 ലക്ഷം കൊടുക്കാൻ തരാം. ഇജത് ആഴ്ച മൂന്നോടും ബാക്കിയുള്ളവരോട് പറയും വേണ്ട. ഒരു കാട്ടാനും കൊക്കാനും ഒട്ടി ജയിക്ക് കൊണ്ടുപോകും വേണ്ട. ബക്കർ പറഞ്ഞാലാണ് ശരിയല്ല കാക്ക. അതല്ല നല്ലത്. താത്താനും കൂത്താനും ഇതേക്ക് കൂട്ടും വേണ്ട. നമ്മളാ താത്താനായിട്ട് അറിയില്ല. ഇങ്ങളെ ഒരു ഉറപ്പിച്ച് വേണ്ട. നമ്മളെ ബാപ്പാന്റെ അക്കായ മുതലുണ്ടെങ്കിലേ അത് മാത്രച്ച് മതി. ഇതെങ്ങനെ ഹക്കും പാത്തിലേക്ക് നടന്നോ? ഇതുവരെ അല്ലേ താരണോലെന്നുള്ള ഹക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഇനി ബക്കറിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിലേ തനിച്ച കാട്ടുപോത്തേക്കാണ് ഞാന്. നല്ല നിലക്ക് ഞങ്ങൾ പറഞ്ഞത് കേട്ട് നിന്നിട്ടില്ലെങ്കിലേ ഈ ദുന്യാവിൽ തന്നെ ജീവിക്കാൻ വിടൂല. ആരടക്ക് നെട്ടിട്ടുണ്ടത്? ഞാൻ ഈ ദുനിയാവിൽ ഇത്ര കാലം ജീവിച്ചോളാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഇത് ഇന്നെ പേടിപ്പിക്കാൻ നടക്കുക. ഈ ദുനിയാവിൽ പഠിച്ചോനെ മാത്രമേ ഈ വീരാന് പേടിയുള്ളൂ. ഇത് എന്താ വിചാരിച്ചിട്ടുണ്ടത്? ഈ സംഗതിയൊക്കെ വേറെ ആൾക്കാരോട് പറഞ്ഞോ? ഇന്നോട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് 2 ആൾക്കും ഒന്ന് കേൾക്കണോ? ആ താത്താക്ക് മുതല് കൊടുക്കാതെ ഈ മുതലുമോ ഒരു കളി നിങ്ങൾക്ക് നടക്കൂല. ഞാൻ ഒപ്പിട്ടാലല്ലേ നിങ്ങൾക്ക് ഈ മുതലേറ്റ് പോരെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ജീവൻ പോളതിന് മുതൽ ഒപ്പിടൂല. എന്റെ മക്കളും ഒപ്പിടൂല. അർഹതപ്പെട്ടവര് കൊടുക്കേണ്ടി വരും. അല്ലാതെ നിങ്ങളെ ഒറ്റയ്ക്ക് മുണങ്ങാച്ചിട്ട് നിൽക്കണ്ട. എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടത്? അക്കായ മുതലേ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ മുണിഞ്ഞാലേ ഒരു കാലത്തും നിങ്ങൾ ഗുണം മുടിച്ചൂല. നിങ്ങളെ മക്കള് ഗുണം മുടിച്ചൂല.